ചവിട്ട് നാടകം കേരളത്തിലെ ലത്തിൻ ക്രിസ്ത്യാനികളിൽ പ്രചാരമുള്ള യൂറോപ്യൻ ഒപ്പറയോട് സാമ്യമുള്ള ദൃശ്യ കലാരൂപമാണ്. കഠിനമായി പരിശീലനം ലഭിച്ച കലാകാരന്മാർ, കളരിപ്പയറ്റ് ചവിട്ടുകൾ, സംഗീതോപകരണങ്ങൾ, വലിയ വേഷവിധാനം, അംഗങ്ങൾ എന്നിവ ഈ കലാരൂപത്തിൻ്റെ ആകർഷണങ്ങളാണ്. നമ്മളെ ഇതിൽ പ്രധാനമായും ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഇതിലെ അവരുടെ ഓരോ ചവിട്ടുകളും. സംസ്കൃത നാടകങ്ങളും കേരളത്തിലെ പ്രാചീനമായ അഭിനയ രീതികളും സമ്മേളിച്ച ഒരു ദൃശ്യകലയാണ് കൂടിയാട്ടം. നായകനും നായികയും കൂടി രംഗപ്രവേശം ചെയ്യുന്നതുകൊണ്ടോ നായകനും വിദൂഷകനും കൂടിച്ചേരുന്നതുകൊണ്ടോ ആയിരിക്കാം ഇതിന് കൂടിയാട്ടം എന്ന് പേരുണ്ടായതെന്ന് കരുതുന്നു. കുലവാഴ, കുരുത്തോല, വെള്ളവസ്ത്രം, പൊട്ട്, കരിക്കിൻ കുല, പൂക്കൾ, നിറപറ, നിലവിളക്ക് എന്നിവ കൊണ്ട് അരങ്ങിൻ്റെ തൂണുകളും മേൽഭാഗവും അലങ്കരിക്കുന്നു. കഥകളി എന്നത് കേരളത്തിൻ്റെ തനതായ ഒരു ദൃശ്യ കലാരൂപമാണ്. ഇത് നൃത്തം, നാട്യം, ഗീതം, വാദ്യം എന്നിവയുടെ സമഞ്ജന സമ്മേളനമാണ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയെല്ലാം കഥകളിയുടെ വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങളാണ്. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ചെങ്ങില, ഇടത്താളം തുടങ്ങിയവയാണ് ഇതിലെ വാദ്യോപകരണങ്ങൾ. പടയണി എന്നത് കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിലും നടത്തപ്പെടുന്ന അനുഷ്ഠാനപരമായ ഒരു നാടൻ കലാരൂപമാണ്. കൗങ്ങിൻ പാളകളാൽ നിർമ്മിച്ച വലിയ കോലങ്ങൾ, തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യോപകരണങ്ങൾ, തീച്ചൂട്ടുകൾ, പന്തങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്നു. ഭൈരവി, യക്ഷി, പക്ഷി, കാലൻ, മാടൻ, മറുത, കുതിര, കുഞ്ഞുണ്ണി തുടങ്ങിയ നാനാതരം കോലങ്ങൾ എഴുതി തലയിലെടുത്ത് പാട്ടിൻ്റെയും മേളത്തിൻ്റെയും ചൂട്ടിൻ്റെയും അകമ്പടിയോടെ തുള്ളുന്നതാണ് ഇത്. അമ്മയെ പ്രതിനിധീകരിക്കുന്ന ഭൈരവിക്കോലമാണ് പ്രധാനം. കലാപരമായ ഭംഗി കൂടുതൽ ഉള്ളത് കാലൻ കോലത്തിനാണ്. ഇതിൻ്റെ ഐതിഹ്യം ശ്രീകൃഷ്ണന്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവുമെല്ലാം ദാരികന്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കി വാണു. ദാരികന്റെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ ശിവന്റെ ശരീരത്തിൽ നിന്നുമുണ്ടായ കാളി ദാരികനെ കൊല്ലുന്നു. എന്നിട്ടും കാളിയുടെ കലി അടങ്ങിയില്ല. കാളിയുടെ കലി അടങ്ങുവാൻ വേണ്ടി പലവിധ വഴിപാടുകളും നേർച്ചകളും നേർന്നു. ഒന്നും ഫലിച്ചില്ല. ഒടുവിൽ ഒരാൾ കളത്തിൽ കാളിയുടെ രൂപത്തിൽ ഒരു അഥവാ കോലം വരച്ചു. അതുകൊണ്ട് കാളി പൊട്ടി